ജോത്സനങ്ങളുടെ പ്രയോഗം ഏറ്റ ലക്ഷണമാണല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്പലത്തിൽ വരുമ്പോ എന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ സർപ്രൈസ് എവിടെ? സർപ്രൈസോ? എന്ത് സർപ്രൈസ്? നീ എന്തിനാ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയത്? അത് പറ. അത് പിന്നെ നിധി ആളെ പറ്റിക്കരുത്. സർപ്രൈസ് കാണിച്ചതാ. സർപ്രൈസ് എന്നൊക്കെ പറയുമ്പോ ദേ വന്നു. അതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. ആരുമാനേത്? അമ്മേ, ഞങ്ങളന്ന് വഴിയിൽ വെച്ചൊരു പെൺകുട്ടി കണ്ടെന്ന് പറഞ്ഞില്ലേ, വക്കീലിനെ കാണാൻ പോയപ്പോ? ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. എന്തിനാച്ചി എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞത് വേറൊന്നിനുമല്ല, വേഗം വിവാഹം നടക്കാൻ വേണ്ടി ഐശ്വര്യ വഴിപാടുകളൊക്കെ നടത്തുമല്ലേ. ദേ, മംഗല്യഭാഗ്യത്തിന് പേര് കേട്ട അമ്പലമാണിത്. ആ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ച് ഒരു വഴിപാടങ്ങുന്നായിരുന്നുള്ളൂ. 60 ദിവസത്തിനകം വിവാഹം നടക്കും. വഴിപാട് അത് കഴിഞ്ഞ് നടത്തിയാൽ മതി. തനിച്ചല്ല, ഭർത്താവ് ഒത്തുവന്ന് അത് നടത്തണം. എങ്ങനെയുണ്ട് ഈ കുട്ടി? മരുമകളാവാൻ ഓക്കെ അല്ലേ? ആണെന്ന് തോന്നുന്നു. ഒരു ശാലീനതൊക്കെ ഉണ്ട്. പിന്നെ നിധി കണ്ടെത്തിയ പെണ്ണല്ലേ, അപ്പൊ അതൊരിക്കലും മോശാവില്ല. അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭഗവതിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ചെന്ന് നിന്ന് വഴിപാട് നേർന്നോളൂ. ഇന്ന് തന്നെ യോജിച്ച ഒരാളെ ഭഗവതി കൺമുമ്പിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. എന്തായാലും ചേച്ചി പറഞ്ഞല്ലേ, ഞാൻ പോയി പ്രാർത്ഥിക്കാം. ചേച്ചി വരുന്നില്ലേ? ഐശ്വര്യ ചെന്നോളൂ, ഞാൻ വന്നോളാം. ശരി ചേച്ചി. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? ഗൗതം കാര്യം പറഞ്ഞു കാണുമല്ലോ. ഇഷ്ടായോ അമ്മേ? ഇഷ്ടായി. എന്ത് പാടുപെട്ട ഈ സർപ്രൈസ് ഞാനിവിടെ എത്തിച്ചെന്നറിയോ? ഇന്ന് വീണ്ടും പ്രണവ് ഐശ്വര്യ ഇവിടെ വെച്ച് കാണും. ഐഡിയ സൂപ്പർ അല്ലേ? നീ പ്രണവിന്റെ കാര്യമൊക്കെ ആ കുട്ടിയോട് പറഞ്ഞായിരുന്ന? അയ്യേ, ഈ ഗൗതമിനിതെന്താ അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? ആദ്യം അവരുടെ കണ്ണും കണ്ണും ഒന്ന് ഉടക്കട്ടെ. പരസ്പരം ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ പിന്നെ റൂട്ട് എളുപ്പവും. എന്റെ ഭഗവതി, ഇത് നല്ലതാണെങ്കി എത്രയും വേഗം ഒന്ന് നടത്തി തരണേ.